പത്തനംതിട്ടയിൽ KSCBയുടെ വൈദ്യുതി കമ്പികൾ മോഷ്ടിച്ച കേസിൽ 3 പ്രതികൾ പിടിയിൽ. KSCB മുൻ കരാർ ജീവനക്കാരൻ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പുതിയ വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിച്ചപ്പോൾ മാറ്റിയിട്ടിരുന്ന വൈദ്യുതി കമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ചത്. റാന്നി ചെല്ലക്കാട്ട് മുതൽ മന്ദിരംപടി വരെ വയലുകളിലൂടെയും റബ്ബർ തോട്ടങ്ങളിലൂടെയും വൈദ്യുതി പോസ്റ്റിലൂടെ വലിച്ചിരുന്ന HT ലൈൻ അലുമിനിയം കമ്പികളാണ് മോഷണം പോയത്. KSCB റാന്നി അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് പോലീസിൽ പരാതി നൽകിയത്. റാന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ KSCB മുൻ കരാർ ജീവനക്കാരൻ റാന്നി മോതിരവയൽ സ്വദേശി വാസു, ഇയാളുടെ സുഹൃത്ത് വാളകം സ്വദേശി രതീഷ്, ആക്രി കച്ചവടക്കാരൻ തമിഴ്നാട് സ്വദേശി വിഘ്നേഷ് എന്നിവർ പിടിയിലായി. മോഷ്ടിച്ച വൈദ്യുതി കമ്പി കണ്ടെടുക്കാനായിട്ടില്ലെന്നും പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും റാന്നി പോലീസ് ഇൻസ്പെക്ടർ ജിബു പറഞ്ഞു. 3 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ലൈൻ കമ്പികൾ മോഷണം ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊരു ആക്രി കച്ചവടക്കാരന് നൽകിയിട്ടുണ്ട്. വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2ാം പ്രതി രതീഷിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ബൈക്കുകളിലായിട്ടാണ് ഈ സാധനം കൊണ്ടുപോയി എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. 1500 മീറ്റർ വൈദ്യുതി കമ്പിയാണ് പ്രതികൾ മോഷ്ടിച്ചത്. KSCB ജീവനക്കാരുടെ വേഷവിധാനത്തിൽ പ്രതികൾ മോഷണം നടത്തിയതിനാൽ നാട്ടുകാർക്കും സംശയം തോന്നിയില്ല. 3,80,000 രൂപ വില വരുന്ന വൈദ്യുതി കമ്പിയാണ് മോഷ്ടിച്ചത്. പുതിയ വൈദ്യുതി കമ്പികൾ സ്ഥാപിച്ചപ്പോൾ മാറ്റിയിട്ടിരുന്ന പഴയ വൈദ്യുതി കമ്പികളാണ് പ്രതികൾ മോഷ്ടിച്ചത്. ഭാരതീയ ന്യായ സംഹിത 303(2), 305(e), ഇലക്ട്രിസിറ്റി ആക്ട് 2023 136(1)(a), പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് 32(a) വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.